അടിമകളുടെ അവകാശങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. എത്ര സുന്ദരമായിട്ടുള്ള അവകാശങ്ങളാണ് അടിമകൾക്ക്. അതുകൊണ്ട് തന്നെ നോക്കി നിങ്ങൾ, അടിമകളാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന അക്കാലഘട്ടത്തിൽ നിന്നാണ്. അബൂ ഹുറൈറയിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൽവൃത്തനായ ഒരു അടിമക്ക് 2 കൂലിയുണ്ട് പറഞ്ഞു പഠിച്ചവൻ്റെ അടുത്ത്. 2 കൂലി. ഈ ഹദീസ് കേട്ടപ്പോൾ അബൂ ഹുറൈറ പറയാണ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദും ഹജ്ജും എൻ്റെ മാതാവിന് പുണ്യം ചെയ്യലും ഇല്ലായിരുന്നുവെങ്കിൽ ഒരടിമയായി കൊണ്ട് മരണം വരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു. ഇത്രയും ആനുകൂല്യങ്ങൾ നമ്മൾ കേട്ടല്ലോ ദുനിയവിയായിട്ട്. പരലോകത്ത് പഠിച്ചുകൊണ്ടിരുന്ന 2 കൂലി. ഒരാൾ അടിമയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും ഇത്ര ആനുകൂല്യം അവകാശം ഒരടിമക്കുണ്ട് എങ്കിൽ അബൂ ഹുറൈറ അത് കേട്ടിട്ട് പറയാണ്, ഒരടിമയായിട്ട് ജീവിച്ച് മരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മക്ക് പുണ്യം ചെയ്യണ്ടേ. പിന്നെ ഹജ്ജും ജിഹാദും ഒക്കെ അദ്ദേഹത്തിന് ഇവിടെ സാധ്യമായ വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ്, അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു അടിമയായി ജീവിച്ചു മരിക്കുമായിരുന്നു എന്ന്. അബൂ റാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രതികരണമാണിത്. ഒരടിമ തൻ്റെ യജമാനോട് കൂറുള്ളവൻ ആണെങ്കിൽ, പിന്നെ നന്നായി അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നവനാണ് എങ്കിൽ അയാൾക്ക് 2 കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തൻ്റെ യജമാനോട് കൂറുള്ള ഒരു അടിമ, പിന്നെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ പിന്നെ ഇഹ്സാനുള്ള ഒരു അടിമ, അയാൾക്ക് 2 കൂലിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ സാബിത്തുൽ ബുനാനി, അനസ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ്, താബിഈങ്ങളിൽ പ്രസിദ്ധനാണ്. സാബിത്തുൽ ബുനാനി പറയാണ്, ഫലമ്മ ഉഅ്തിക അബൂ റാഫി ബക. അബൂ റാഫിനെ എന്ത് ചെയ്തു? അദ്ദേഹം അടിമയായിരുന്നു, അദ്ദേഹത്തെ മോചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം കരയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ യുബ്കിക്ക്, അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടുമ്പോൾ എല്ലാവരും ചിരിക്കല്ലേ വേണ്ടേ? പക്ഷെ അബൂ റാഫി കരയാണ്. അപ്പോൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്, എനിക്ക് 2 കൂലി ഉണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടമായി. ഒരടിമയാണെങ്കിൽ 2 കൂലി പറഞ്ഞില്ലേ, അതെനിക്ക് 1 നഷ്ടമായി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മോചിതനായപ്പോൾ അദ്ദേഹം കരഞ്ഞത് എന്നാണ് ഇവിടെ ഈ സംഭവത്തിൽ പറയുന്നത്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ നിവേദനം ചെയ്യുന്ന സംഭവമാണിത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിൻ്റെ തണലിൽ ഒരടിമ ഇസ്ലാം നൽകുന്ന അവകാശങ്ങൾ, വിഭാവനം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ, ഇസ്ലാം ഒരടിമക്ക് നൽകിയ പ്രാധാന്യം, വില, അതൊക്കെ അനുഭവിച്ച് അറിഞ്ഞ നാളുകളിൽ അടിമകളായി കഴിയാൻ കൊതിച്ചിരുന്നു ആളുകൾ എന്നുള്ളതാണ് ഈ ഉദാഹരണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഈ അടിമകളുടെ വിഷയത്തിൽ ഒരു സുപ്രധാന ഭാഗമാണ്. ഇനി നമ്മൾ ഈ തസരിയാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. തസരി എന്ന് പറഞ്ഞാൽ മിൽക്കു യമീനെ ഭാര്യയായി സ്വീകരിക്കലാണ്. അതിനാണ് തസരി എന്ന് പറയാം. മിൽക്ക് യമീൻ എന്താ? മിൽക്ക് യമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമക്കാണ് പറയാം. എന്തുകൊണ്ടാണ് മിൽക്ക് യമീൻ എന്ന് പറയുന്നത്? ഒരു സ്ത്രീയെ പൂർണ്ണമായി ഉടമപ്പെടുത്തുക എന്നുള്ളതാണ്. പൂർണ്ണമായി ഉടമപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ത്രീയെ ഭാര്യയാക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പൂർണ്ണമായി അവരെ ഉടമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പൂർണ്ണമായി നമ്മൾ അവരെ ഉടമപ്പെടുത്തുന്നു. അതേ അർത്ഥമാണ് മിൽക്ക് യമീൻ, പൂർണ്ണമായി ഉടമപ്പെടുത്തുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചില മസാലകളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. മിൽക്ക് യമീൻ, ഒരു മിൽക്ക് യമീനിനെ ഒരാൾ മിൽക്ക് യമീനായിട്ട് അയാൾക്ക് ഉടമപ്പെടുത്താം, അടിമയായിട്ടുള്ള ഭാര്യയായിട്ട് ഉടമപ്പെടുത്താം. ഇനി അതല്ല, അതിനെ സ്വതന്ത്രയാക്കിയിട്ട് എന്ത് ചെയ്യാം? വിവാഹം ചെയ്യാം. ഇവിടെ നോക്കിയത് നിങ്ങൾ എന്താണ് ആ ഹദീസ്? ഒരു ഹദീസാണത്. അബൂ മൂസ അശ്അരിയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അതിൻ്റെ ആശയം എന്താണ്? വായിച്ചേ. 3 വിഭാഗം ആളുകൾക്ക് 2 തവണ കൂലി നൽകപ്പെടും. 3 വിഭാഗം ആളുകൾക്ക് 2 തവണ കൂലി. അതിലൊരാളാണ് നമ്മുടെ വിഷയം. എന്താ? ഒരു വ്യക്തി ഒരു വ്യക്തി, അയാൾക്കൊരു അടിമ പെണ്ണുണ്ട്. അയാളുടെ കീഴിൽ ഒരു അടിമ പെണ്ണുണ്ട്. അയാൾ അവളെ പഠിപ്പിക്കുന്നു, നന്നായി പഠിപ്പിക്കുന്നു, നല്ല വിദ്യാഭ്യാസം നൽകുന്നു. അതാണ്. അവൾക്ക് മര്യാദ പകരുന്നു. മര്യാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദാബുകൾ, ഇസ്ലാമികമായിട്ടുള്ള ആദാബുകൾ പഠിപ്പിക്കുന്നു. ആ ആദാബുകൾ നല്ല രീതിയിൽ പകരുന്നു. ആദാബുകൾ മനസ്സിലായില്ലേ? നമുക്ക് ഇപ്പോൾ നമ്മൾ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ ആദാബുകളില്ലേ? സലാം പറയുമ്പോൾ ആദാബുകളില്ലേ? വീട്ടിൽ കയറുമ്പോൾ ആദാബുകളില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദാബുകളില്ലേ? മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ ആദാബുകളില്ലേ? മസ്ജിദിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതേപോലെ തന്നെ പല രീതിയിലുള്ള അദബുകളുണ്ട്. ഇങ്ങനത്തെ ഈ അദബുകൾ പഠിപ്പിക്കുന്നു.
നല്ല വിദ്യ നൽകുന്നു തൻ്റെ കീഴിലുള്ള അടിമപ്പെണ്ണിനെ. എന്നിട്ട് ശാസ്ത്രം മതങ്ങൾ പറയണേ, പിന്നെ അവളെ മോചിതയാക്കുന്നു, എന്നിട്ട് അവളെ വിവാഹം കഴിക്കുന്നു. ആ യജമാനന് 2 തവണ കൂലി നൽകപ്പെടുന്നതാണ്. 2 തവണ കൂലി നൽകപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു അടിമയായിട്ടുള്ള സ്ത്രീയെ സ്വതന്ത്രമാക്കിയിട്ട് അവരെന്ത് ചെയ്യാം? വൈവാഹിക ജീവിതത്തിലൂടെ സ്വീകരിക്കാം. അവർക്ക് 2 കൂലി എന്നാണ് പറഞ്ഞത്. ഇത് അടിമ സ്ത്രീ വിവാഹം കഴിക്കുന്ന വിഷയത്തിൽ. വിവാഹത്തിലൂടെ എന്ത് ചെയ്യാം? ഒരടിമ സ്ത്രീയെ തനിക്ക് ഇണയാക്കാം, അവർക്ക് സ്വാതന്ത്ര്യം നൽകിയതിന് ശേഷം. എന്നാൽ മിൽക്കു യമീൻ അത് വിവാഹമല്ല, പിന്നെയോ അതാണ് ഇവിടെ ഈ ആയത്തിൽ പറയുന്നത്. വല്ലദീന ഹും ലി ഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളായ വിശ്വാസികളെക്കുറിച്ചും ചില സൽഗുണങ്ങളുള്ള അള്ളാഹുവിൻ്റെ അടിയാറുകളെക്കുറിച്ചും പറയുന്ന കാര്യമാണിത്. അതിൽപ്പെട്ടതാണിത്. തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരും ഒഴികെ. സൂക്ഷ്മാവയവങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഭാര്യമാരുടെയോ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ ആളുകളുടെയോ കാര്യത്തിൽ ഒഴികെ. ഭാര്യമാരുടെ മുമ്പിൽ ഒരു ഭർത്താക്കന്മാർക്ക് എന്തില്ല? ഔറത്തില്ല. അതേപോലെ തന്നെയാണ് വലങ്കൈകൾ ഉടമപ്പെടുത്തിയ ഇണകളുടെ മുമ്പിലും എന്നാണ്. ഈ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ എന്ന് പറയുമ്പോൾ തൻ്റെ കീഴിൽ ഒരു സ്ത്രീ അടിമയായി വരികയാണെങ്കിൽ, ഒരാളതിനെ പൂർണ്ണമായി ഉടമപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ സ്ത്രീയാണ് ഈ മിൽക്കു യമീൻ. ഏതെങ്കിലും ഒരു സ്ത്രീയെ ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുവന്നു, ഒരടിമ പെണ്ണിനെ എന്ത് ചെയ്തു? മോഷ്ടിച്ചു കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീയെ തട്ടിയെടുത്തു, അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീ പകുതി മോചിതയാണ്. അങ്ങനെയുള്ളൊരു സ്ത്രീയെ ഒരാൾ എന്ത് ചെയ്തു? അതിൻ്റെ ഒരു ഭാഗം ഇയാൾക്കും കൂടി അവകാശപ്പെട്ടതാണ്, പക്ഷേ പകുതി മോചിതയാണ്. ഇതൊന്നും എന്തല്ല? മിൽക്ക് യമീൻ അല്ല. മിൽക്ക് യമീൻ എന്ന് പറഞ്ഞെങ്കിൽ അതേപോലെ തന്നെ പങ്കാളിത്തമുള്ളത്, മറ്റുള്ളവർക്ക് പങ്കാളിത്തമുള്ളത്, ഇതൊന്നും മിൽക്ക് യമീൻ അല്ല. മിൽക്ക് യമീൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്ത്രീയെ ഒരാൾക്ക് എന്ത് ചെയ്തു? തൻ്റെ ഉടമസ്ഥതയിലേക്ക് കിട്ടി. അടിമ സ്ത്രീയെ തൻ്റെ ഉടമസ്ഥതയിലേക്ക് കിട്ടി. ആ അടിമ സ്ത്രീ മറ്റൊരാൾക്ക് അതിൽ പങ്കില്ല, മറ്റൊരാൾ അതിൻ്റെ ഒരു ഭാഗം മോചിപ്പിച്ചിട്ടില്ല, അത് തട്ടിയെടുക്കപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ അല്ല. പിന്നെയോ തനിക്കൊരു വിഹിതമായി കിട്ടിയ ഒരു അടിമ സ്ത്രീയാണ് എങ്കിൽ ആ അടിമ സ്ത്രീ ആരുടെ വീട്ടിലുണ്ടാകുക? ഈ യജമാൻ്റെ വീട്ടിലുണ്ടാകുക. ആ അടിമ സ്ത്രീ അതിൻ്റെ സംരക്ഷണം ആരാ? ഈ യജമാനാണ്. അങ്ങനെ ഒരു യജമാനൻ ഒരു സ്ത്രീയെ ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പൂർണ്ണ അളവിൽ ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് മിൽക്ക് യമീൻ. ആ അടിമ സ്ത്രീയെ തൻ്റെ ഭാര്യയായിട്ട് ഉപയോഗിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു. തൻ്റെ ഭാര്യയായി ഉപയോഗിക്കാൻ അനുവദിച്ചു. എപ്പോൾ? അതങ്ങനെ പിന്നെ ഒരടിമ തൻ്റെ കീഴിൽ വന്നു എന്ന് വെച്ചിട്ട് ഉടനെ പാഞ്ഞായിരുന്ന ഒരു വിഷയമല്ല അത്. പിന്നെയോ അതിൻ്റേതായ നിബന്ധനകളുണ്ട്. മിൽക്ക് യമീനെ നമ്മൾ മിൽക്ക് യമീൻ എന്നാണ് പറയാം. മിൽക്ക് യമീൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പൂർണ്ണമായി ഉടമപ്പെടുത്തിയ ഒരു സ്ത്രീ. അത് ഒരിക്കൽ ചിലപ്പോൾ അങ്ങനെ പൂർണ്ണമായി ഉടമപ്പെടുത്തൽ എങ്ങനെയായിരിക്കും? ഈ അടിമകൾ വരുന്നതിലൂടെ ആയിരിക്കും. അല്ലെങ്കിൽ പൂർണ്ണമായി ഉടമപ്പെടുത്തൽ വിവാഹത്തിലൂടെ ആയിരിക്കും. വിവാഹത്തിലൂടെ ഉടമപ്പെടുത്തുമ്പോൾ പൂർണ്ണമായി ഉടമപ്പെടുത്തി തൻ്റെ ഭാര്യയായിട്ട് അയാൾക്ക് അറയിൽ കൂടാം. ഇതേപോലെയാണ് അടിമയായി ഒരു സ്ത്രീ തൻ്റെ ഉടമസ്ഥതയിൽ പൂർണ്ണമായ അളവിൽ വന്നിട്ടുണ്ടെങ്കിൽ അവളുമായിട്ടുള്ള അറയിൽ കൂടൽ. അതെങ്ങനെ? അത് ഒറ്റയടിക്ക് പാഞ്ഞേറുന്ന ഒരു വിഷയമല്ല. ഒന്ന്, ഈ വന്ന സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ തനിക്ക് വിവാഹബന്ധം നിഷിദ്ധമായവരാകാൻ പാടില്ല. വന്ന അടിമ സ്ത്രീ വിവാഹത്തിലൂടെ വരുന്ന ഭാര്യ ഉണ്ടല്ലോ, അതേപോലെ തന്നെ പരിഗണനകളുള്ള പെണ്ണാണ്. നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ല ആരെ? രക്തബന്ധങ്ങളെ അല്ലേ? ചില വൈവാഹിക ബന്ധങ്ങൾ കാരണത്താൽ, മുലകുടി ബന്ധം കാരണത്താൽ, അതൊക്കെ ഇവിടെയും പരിഗണന. ഒരാളുടെ കീഴിലേക്കൊരു അടിമ സ്ത്രീ വന്നാൽ അത് ഇയാളുമായിട്ട് രക്തബന്ധമുള്ളവളാണോ? വിവാഹം കഴിക്കാൻ പറ്റുമോ? വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മളെന്താ പഠിച്ച്? രക്തബന്ധം അടിമയായി വന്നാൽ എന്താ പഠിച്ച്? സ്വതന്ത്രയാണ്. ഒരാൾ പറയാണ് അയാൾക്കൊരു അടിമപ്പെണ്ണ് വന്ന്, അത് അയാളുടെ അമ്മായിയുടെ മകളാണ്, ബാപ്പാൻ്റെ പെങ്ങളെ മകളാണ്, അല്ലെങ്കിൽ പിതൃ സഹോദരൻ്റെ മകളാണ്. ബാപ്പാൻ്റെ പെങ്ങളെ മകൾ, പിതൃ സഹോദരൻ്റെ മകൾ, ഇതൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ രക്തബന്ധമുള്ളതാണ് എങ്കിൽ അതറിഞ്ഞ മാത്രയിൽ സ്വതന്ത്രമാണ്. പിന്നെ അതിനെ അടിമയാക്കാൻ പാടുള്ളതല്ല. പിന്നെ ഇനി ഈ രക്തബന്ധം അത് ഒരടിമയായി വന്നു,
അത് ഇയാൾക്ക് നേരിട്ട് വിവാഹബന്ധം നിഷിദ്ധമായ ഒരാളാണ് എങ്കിൽ ഈ വന്ന രക്തബന്ധം ഇയാളത് അറിയുന്ന മാത്രയിൽ തന്നെ എന്താണ്, അത് സ്വതന്ത്രമാണ്. പിന്നെ അടിമപ്പെണ്ണ് എന്നുള്ള വിശേഷണം അതിനില്ല. രക്തബന്ധം, അതേപോലെ മുലകുടി ബന്ധം, വിവാഹബന്ധം, ഇവരായിട്ട് നമുക്ക് എന്ത് പാടുള്ളതല്ല, വിവാഹം പാടുള്ളതല്ല. അതേപോലെ മിൽക്ക് യമീനും പാടുള്ളതല്ല. എങ്ങനെ അത് മനസ്സിലാക്കുക? ഇപ്പോൾ ഒരു അടിമ വന്നു, ഈ അടിമ പെണ്ണ് തനിക്ക് താൻ കുട്ടിയായിരിക്കെ പാല് തന്ന പെണ്ണാണെങ്കിൽ അതെന്താ, ഈ പെണ്ണ് മുലകുടി ബന്ധത്തിൽ ഉമ്മയാണ്. അതറിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല, മിൽക്കി യമീനാക്കാൻ പാടുള്ളതല്ല, മിൽക്കി യമീനാക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ, ഇത് തൻ്റെ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയാണ്. പറഞ്ഞാൽ മനസ്സിലാണ്ടോ? അപ്പോൾ തസറി എന്ന് പറഞ്ഞാൽ മിൽക്കി യമീനിനെ വിവാഹം കഴിക്കലാണ്, തൻ്റെ ഭാര്യയാക്കലാണ്. പക്ഷേ ഈ മിൽക്കി യമീൻ മുലകുടി ബന്ധത്തിൽ താനുമായി ബന്ധമുള്ളവളാണ് എങ്കിൽ എന്ത് പാടുള്ളതല്ല, പിന്നെ അതിനോട് മിൽക്കി യമീനിൽ ബന്ധപ്പെടാൻ പാടുള്ളതല്ല. ഇപ്പോൾ ഒരു പെണ്ണ് വന്നു മിൽക്കി യമീൻ, പക്ഷേ ആ കുട്ടിക്കും തനിക്കും ഒരു സ്ത്രീ പാല് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീ പാല് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ വന്നപ്പം മിൽക്കി യമീൻ എന്താ, മുലകുടി ബന്ധത്തിൽ സഹോദരിയാണ്. അതിനെ മിൽക്കി യമീനാക്കിയിട്ട് തൻ്റെ ഇണയാക്കി കൊണ്ടെടുക്കാൻ പാടുള്ളതല്ല. മനസ്സിലായില്ലേ? അതേപോലെ ഇനി ഇപ്പോൾ വിവാഹബന്ധം ഒരു പെണ്ണ് വന്നു മിൽക്കി യമീനായിട്ട് വന്നു. ആ മിൽക്കി യമീൻ ഈ യജമാനൻ്റെ മകൻ്റെ മിൽക്കി യമീനാണ്, ബന്ധമാണ്. അല്ലെങ്കിൽ താനുമായി ഇപ്പോൾ വൈവാഹിക ബന്ധം, യജമാനൻ്റെ ഭാര്യയാണ് ഇട്ട് ഉള്ള ഒരാളാണ്, പിന്നീട് അടിമയായി പിടിക്കപ്പെട്ടതാണ്. മനസ്സിലായോ? ഒരു യജമാനൻ, അതിനൊരു മിൽക്കി യമീൻ വന്നു. ഈ മിൽക്കി യമീൻ ആകുന്നതിന് മുമ്പ് ഈ യജമാനൻ്റെ വാപ്പ അയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വലാ തൻകിഹുമാനക ഹാബാഉക്കും, വാപ്പാർ കല്യാണം കഴിച്ചിട്ട് ഉള്ള കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ, വിരോധിക്കപ്പെട്ടതാണ്. എങ്കിൽ ഈ മിൽക്കി യമീനെ ഇയാൾ മിൽക്കി യമീനായിട്ട് കൊണ്ട് നടക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്കൊരു സ്ത്രീ മിൽക്കി യമീനായി വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ യഥേഷ്ടം ലൈംഗികമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാമിലില്ല. പിന്നെയോ ഈ വന്ന മിൽക്കി യമീൻ അത് തനിക്ക് അനുവദനീയമാണോ അല്ലേ? വൈവാഹിക ബന്ധം നിഷിദ്ധമാകരുത് എന്നത് പറഞ്ഞതുപോലെ തന്നെ ഈ മിൽക്കി യമീൻ നിഷിദ്ധമാകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അടിമകളെ പിടിക്കുക, അടിമകളെ വേൽക്കുക, അടിമകളെ ഉപയോഗപ്പെടുത്തുക, അവരുമായി അറയിൽ കൂടുക എന്നുള്ളത് അങ്ങനെ ഒരു തുറന്ന പുസ്തകമല്ല ഇവിടെ ഇസ്ലാമിൽ. അതിന് അതിൻ്റേതായ നിബന്ധനകളുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്.